ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇവിടേക്കൊക്കെ ഞാൻ വന്നിട്ട് കുറേ ആയിട്ടോ. അപ്പോൾ എന്താ കണ്ടില്ലേ, മഴയാണ് ഇവിടെ. അപ്പം പൂക്കളൊക്കെ കുറേശ്ശൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നല്ലാണ്ട് പച്ചമുളക് ഉണ്ടായിക്കിന്. അപ്പോൾ നമുക്ക് പൊട്ടിക്കാം. കുറേശ്ശൊക്കെ ഉണ്ട്. ഇതിൻ്റെ മുമ്പേ ഞാൻ അന്ന് കറി വെക്കുന്നതിലൊക്കെ ഇവിടുന്ന് തന്നെ എടുത്തിട്ടായിരുന്നല്ലോ, നമ്മൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിന് മുമ്പ് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം കായ്ക്കുന്നുണ്ട് കേട്ടോ മുളക്. അപ്പം പിന്നെന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ കണ്ട് ബാഡ് കമൻറ്റ് ഇടാനായിട്ട് വരുന്നവരോടൊരു കാര്യം പറയാൻ കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ ഈ ബാഡ് കമൻറ്റ് ഇട്ടിരിക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ? അതെനിക്ക് ചോദിക്കാനുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെന്താ, പണിക്ക് പോയാൽ പൈസ കിട്ടും മക്കളെ. അപ്പോൾ മക്കളെ പോറ്റിക്കൂടെ? ആ പൈസ കൊണ്ടോന്ന് ഇങ്ങോട്ട് പോരേന്ന്, അല്ലാതെ ഇങ്ങോട്ട് ഇങ്ങനെ മറ്റുള്ള പോലെ കുറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എടുക്കണം. പിന്നെന്താ, അപ്പോൾ മുളക് കാണിച്ചു തരാൻ വന്ന് നോക്കുമ്പോൾ ഒരുപാടുണ്ട്, പിന്നെ പറിക്കുക, അപ്പം സമയമില്ല. അപ്പം ഞാൻ കഴിഞ്ഞ കൊല്ലം വെച്ചീനെ കവുങ്ങാട്ടത് എനിക്ക് ഓർമ്മ ഉണ്ടാവും. ഞാൻ വീഡിയോ കട്ടിനി കഴിഞ്ഞ് വെക്കുന്നത്. അപ്പോൾ അന്ന് നമ്മൾ വെച്ചീനെ കവുങ്ങാട്ടത്. ഇന്ന് കഴിഞ്ഞ കൊല്ലം വെച്ചീന ഉണ്ടായിരുന്നില്ലേ, ഇത് അത്രയും വലുപ്പം വെച്ച് ഒരു കൊല്ലം കൊണ്ട് ഇത്രയും 3 വർഷമാകുമ്പോൾ കായ്ക്കുന്ന പറഞ്ഞു. 3 വർഷമാകുമ്പോൾ കായ്ക്കാൻ ഉണ്ടാവും. ഒരാളെ കാണിച്ചരേ, ഇപ്പോൾ കാണിച്ചുതരാം. കണ്ടോ, ഇവിടെ കുറേ പൂച്ചകളുണ്ടായിരുന്നു കേട്ടോ. കുറേ ഉണ്ടായിരുന്നു, കുറേ എന്ന് പറഞ്ഞാൽ 10-12 എണ്ണം ഉണ്ടായിരുന്നു. പക്ഷെ ഓരോന്നും ചത്ത് എന്ന് പറയുമ്പോൾ ഇല്ല, ഇതിൻ്റെയൊക്കെ തള്ളപ്പൂച്ച ഉണ്ടായിരുന്നു കേട്ടോ. ഇവള് പാവാണ്. ഇതിൻ്റെയൊക്കെ തള്ളപ്പൂച്ച ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പം അടുത്ത് നായ എന്തോ കടിച്ച് കൊന്നതിനെ. ഞാനതിനെ ഇങ്ങനെ കൊണ്ടെടുക്കണീറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചേൻ്റെ പറയുകയാണെങ്കിൽ വലിയൊരു കഥ തന്നെ പറയാണ്ട്. പക്ഷെ പൂച്ചനെ ആദ്യമൊന്നും എനിക്ക് വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ പൂച്ചനൊക്കെ എടുത്ത് വളർത്താനൊക്കെ തുടങ്ങിയത് ഞാൻ തന്നെ ഒരു സ്ഥലത്തുനിന്ന് ഈ തള്ളപ്പൂച്ച ചത്തുപോയ പൂച്ചക്കുട്ടികളെ 3 എണ്ണത്തിനെ കൊണ്ടുവന്ന് വളർത്താൻ തുടങ്ങി. അതിൻ്റെ മുമ്പ് 2 എണ്ണം ഉണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ചത്തുപോയി. ഒന്ന് കൊണ്ടുവന്നത് വിഷം അറിയാണ്ട് തിന്നുപോയി. ആരോ എലിക്ക് വെച്ച വിഷം അത് തിന്നുപോയിട്ട് അത് ചത്തുപോയി. പിന്നെ ഞാൻ 2ാമതും കൊണ്ടുവന്നു. ആദ്യം എൻ്റെ മോൻ്റെ പുതിയോണ്ട് കൊണ്ടുവന്നതിന്, മോന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് കൊണ്ടുവന്നതിന്. പിന്നെ ഞാൻ അല്ലാണ്ട് തന്നെ എനിക്ക് ചത്തുപോയതിൻ്റെ വിഷമം ഇങ്ങോട്ട് മാറായിട്ടേ, ആദ്യത്തെ ചത്തുപോയതിൻ്റെ ആ വിഷമം എനിക്ക് മാറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ 2ാമത് കൊണ്ടുവന്നേ. 2ാമത് കൊണ്ടുവന്നിട്ട് 2ാമത്തെ എന്തോ അസുഖം വന്ന് ചത്ത്. അതൊക്കെ ആയിട്ട് അതൊക്കെ വലിയ കഥ പറയുമ്പോഴത്തേക്കും സമയം ഉണ്ടാവില്ല. ഒരു ദിവസം ഞാൻ പറയുന്നുണ്ട് കേട്ടോ. 2 പൂച്ചകൾ നമ്മളെ ഒരു മരണം ഉണ്ടായില്ലേനോ, നമ്മളെ വയനാട് പൂക്കോട് വെറ്റിനറി ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് ഒരു ചെക്കന് മരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായില്ല, ആത്മഹത്യ അങ്ങനെന്തോ. ആ ഹോസ്പിറ്റലിൽ ഞാനും എൻ്റെ മോനും കൂടെ അന്ന് ഒറ്റക്ക് ഈ പൂച്ചനെയും കൊണ്ട് പോയിട്ടോ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പൂച്ചനെയല്ല, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഉണ്ടായിന് ഒരു പൂച്ച ചത്തപ്പം ഞങ്ങൾ ഫസ്റ്റത്തെ അത് ചത്തപ്പം അതിനെയും കൊണ്ട് ഞങ്ങൾ അവിടം വരെ പോയിക്കിന്. അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടം വരെ പോയി. ഇതിൻ്റെ അടിയിലൊക്കെ പുഴുവൊക്കെ ഉണ്ടാവും, അതാട്ടോ ഈ മറിച്ച് നോക്കണത്. അപ്പം അവിടെ വരെ അവിടെ പോയിട്ട് രാവിലെ പോയിട്ട് നമ്മൾ വൈകുന്നേരം വരെ അവിടെ നിൽക്കേണ്ടി വന്ന്. ഈ ഒരു സമയമായി. ഈ സമയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവിടെ 5 മണി 6 മണിൻ്റെ അടുത്ത്. ഈ സമയമായിട്ട് തിരിച്ച് പോരാൻ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പോരാൻ അവിടെ ബസ്സൊന്നും അതിൻ്റെ മുമ്പിൽ തന്നെ നിർത്തുമൊന്നുമില്ല കേട്ടോ. അങ്ങനത്തെ ഒരു സ്ഥലമാണത്. അപ്പം എന്നിട്ട് എനിക്ക് പേടിയേ. ഇപ്പം ഈ സംഭവമൊക്കെ അന്ന് കേട്ടതിന് ശേഷം ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പഠിച്ചോനെ ഞാൻ ഒറ്റയ്ക്ക് അവിടെ പോയിനല്ലോ റബ്ബേ ആ സമയത്ത്. അന്നൊന്നും ഞാനിത് അറിയാൻ നന്നായി ഇറങ്ങിയെങ്കിലും ഞാൻ ഉണ്ടാവില്ല. എനിക്ക് അത്രയ്ക്ക് പേടിയാണ് അങ്ങനത്തെ സംഭവമൊക്കെ കേൾക്കുമ്പോഴേ. അങ്ങനെ അവൾ പറയണ്ട, അങ്ങനെ ഞാൻ അന്ന് അവിടെ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാനൊക്കെ ഒരു അത്ഭുതം സംഭവിച്ച പോലെ അതിന് മക്കളെ. അതൊക്കെ വലിയ കഥ ഒരു ദിവസം പറയുന്നുണ്ട്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് കേൾക്കണമെങ്കിലും കേൾക്കണ്ടെങ്കിലും ഞാൻ പറയും അത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കണ്ടില്ലേ, മൊത്തത്തിലൊരു ഓട്ടത്ത് കാണിക്കുക കേട്ടോ. ഇതൊക്കെ മുളകൊക്കെ ആകെ എന്തോ കുറ്റി ഒരുമാതിരി ആയിപ്പോയി. ഇതിൻ്റെ മേലേക്കൊക്കെ ഇറങ്ങണമെങ്കിൽ ഒരു മഴ ഒന്ന് ഒഴിഞ്ഞ് നിൽക്കണ്ടേ. എപ്പോൾ നോക്കിയാലും മഴ തന്നെ മഴ. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ചൊരു വെളിച്ചം ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ അതിനും കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടുപോയി പൂച്ചനെ. ആർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടുപോയി പൂച്ചനെ. തിരിച്ച് അതിൻ്റെ ബോഡി കൊണ്ട് നമ്മൾ തിരിച്ചു വന്ന് എന്നിട്ട് പിന്നെ നമുക്ക്
പുരയിൽ വന്നിട്ട് പിന്നെന്താ പറയുക, ഭയങ്കര വിഷമമായിരുന്നു കുറച്ച് ദിവസം. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമതും ഞാൻ പൂച്ചേനെ കൊണ്ടുവന്ന്. പിന്നെ അത് ചത്തതും വലിയൊരു കഥയായിരുന്നു. അത് പറഞ്ഞ പോലെ അതിനെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. പിന്നെ അതിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ ഓല് പറഞ്ഞു ഇവിടെ നീ ചികിത്സ ഒന്നുമില്ല, ഇത് ചാവാനായിക്കിന്. അതുകൊണ്ട് നിങ്ങൾ എന്താ നടക്കാവിലോ അവിടെ ഉണ്ട് കോഴിക്കോട് ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടേക്ക് കൊണ്ടുപോയിക്കോളി പറഞ്ഞു. അവിടേക്ക് കൊണ്ടുപോയിക്കോളി പറഞ്ഞു. ഞാൻ അവിടേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ ഇതിനെ പൂച്ചൻ്റെ ഈ കയ്യിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഇവിടെയൊക്കെ ഇങ്ങനെ കച്ചറ പെറുക്കിയിട്ടോണ്ട് ഒരുമാതിരി തോന്നുന്നുണ്ടാവില്ലേ. ഈ കണ്ടത്തിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. അടുക്കൊക്കെ വീണെടുക്കുന്നുണ്ട്, ഒക്കെ പെറുക്കണം. അങ്ങനെ കുറേ പണി. ഈ തൊടിയയിലൊക്കെ ഇങ്ങനത്തെ സ്ഥലത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ പണി ചെയ്തില്ല എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇപ്പം മഴ ആയിട്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നേ. അന്ന് ഒക്കെ ചെയ്താലല്ലേ. ഇത് എന്താണെന്നറിയോ, ഇത് നമ്മളെ നീലാമരി ഇൻഡിക്കോ എന്ന് പറഞ്ഞ സാധനം കേട്ടോ. ഇത് ഞാൻ ഇവിടെ പൈസ കൊടുത്ത് വാങ്ങി നട്ട് വളർത്തിയെടുത്തത്. പക്ഷേ ഇപ്പം എന്തോ അറിയില്ല, ഇതിനൊരു ക്ഷീണം കണ്ടോ, ഇലയൊക്കെ കൊഴിഞ്ഞോണേ. ഇങ്ങനത്തെ ചെടികളോടും പൂക്കളോടും പിന്നെ പോരാത്തതിന് ഈ പൂച്ച, ആട്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, ഈ കഴുങ്ങിൻ്റെ തൈയൊക്കെ വളർന്ന് വന്ന് നമുക്ക് കുരുമുളക് തിരിയിടാൻ തുടങ്ങി. ഇനി ഇങ്ങോട്ട് ഇറങ്ങാനായി. എന്താ വെച്ചാൽ ഇതൊക്കെ അങ്ങനെ ആയാൽ പിന്നെ എനിക്ക് അവിടെ അകത്ത് നിന്നാൽ നിപ്പ് കിട്ടൂല. എന്തെങ്കിലും ഇവിടെ വന്ന് ചെയ്തുകൊണ്ടിരിക്കണം. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇവിടെ വന്നിട്ട്. ഞാൻ എന്തെങ്കിലും മണ്ണൊക്കെ നീക്കിയിട്ട് കൊടുക്കാനും ആക്കാനും ഒക്കെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ കൂടി ഒന്ന് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. പിന്നെന്താ ഞാൻ പറഞ്ഞത്, ആ പൂച്ച മുളക് ഉണ്ടായി കിടക്കണല്ലോ. കണ്ട മുളക് ഉണ്ടായി കിടക്കണേ, ആ പഴുത്ത് എടുക്കണം. ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ കഴിയണ്ടേ മഴ പെയ്തിട്ട്. പിന്നെന്താക്കാനാ. അപ്പം ഞാൻ പറഞ്ഞു വന്നെന്തേനു മക്കളെ, പൂച്ചനെ രണ്ടാമത്തേന് അസുഖമായിട്ട് നമ്മൾ ആശുപത്രി കൊണ്ടുപോയി നടക്കാവിൽ കൊണ്ടുപോകാൻ. നടക്കാവിൽ എന്തേലും അങ്ങോട്ട് പറയാം, മലാപ്പറമ്പോ അങ്ങോടെ ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയി വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഈ ഗ്ലൂക്കോസ് എന്തോ കയറ്റാൻ ട്രിപ്പ് ഇടാൻ വേണ്ടി പൂച്ചൻ്റെ കയ്യിലത്തെ രോമം വടിച്ച് എന്നിട്ട് വേണം ചെയ്യാൻ, രോമമൊക്കെ പോക്കിയിട്ട്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് വടിക്കുമ്പോൾ ഞാൻ ആദ്യം പിടിച്ച് വെച്ച് കൊടുത്തു. ഞാനും മോളും പോകുന്നുണ്ടായിന്, മോനും പോന്നിട്ടുണ്ടായിന്. ഞാൻ ആദ്യം പിടിച്ച് വെച്ച് കൊടുത്തീനു കേട്ടോ. അപ്പം പിന്നെ എന്താ പറയുക, അപ്പം ഞാൻ പിടിച്ചിട്ട് ശരിയാവായിട്ട് ആ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ മാറിക്ക്, കുട്ടികൾ പിടിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മക്കൾ പിടിച്ചോട്ടെ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് മാറിന്ന്. എനിക്കാണ് അത് കാണാനും കഴിയുന്നില്ല, ഈ കുത്തുന്നത് നമ്മളെ ഓമനിച്ച് വളർത്തുന്ന പൂച്ചല്ലേ. അങ്ങനെ ഇങ്ങോട്ട് മാറി നിന്നപ്പോൾ ഞാൻ ബേക്കോട്ട് തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കണ്. ആ തിരിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ മോളവിടെ ബോധം കെട്ട് വീണെടുക്കണ് മക്കളെ. അങ്ങനെ ഞാൻ അവിടുന്ന് ആകെ ബേജാറായി കരഞ്ഞ്. അപ്പം ഞാൻ ഡോക്ടറോട് ഞാനിങ്ങനെ വിചാരിക്കുക, പഠിച്ചോനെ ഒരു മിണ്ടാപ്രാണിൻ്റെ ജീവൻ രക്ഷിക്കാനല്ലേ ഞാൻ വന്നത്, എന്നിട്ട് എന്താ പറയുക എനിക്കിങ്ങനെ. അങ്ങനെ ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ മോള് വിക മാത്രമല്ല ചെയ്തത്, പൂച്ച എന്താണ് ചാവാൻ പോവുകയാണ്. അപ്പോൾ പൂച്ച ഇങ്ങനെ മരിക്കാൻ പോകുമ്പോൾ പൂച്ച എന്താ ചെയ്തറിയോ, ആ മരണപ്രാളത്തിൽ എൻ്റെ മോൻ്റെ കൈക്കൊരു കടിയും കൊടുത്ത്, നല്ലൊരു കടി കൊടുത്ത് വിടാണ്ട് കടിച്ച് പറിച്ചളഞ്ഞു. എന്നിട്ട് പിന്നെ അതും കൊണ്ട് ഞങ്ങൾ ബീച്ച് ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, അവിടേക്ക് പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആണെങ്കിൽ എനിക്ക് അവിടുത്തെ രീതികളൊന്നും ആയിട്ട് അറിയണമില്ല. ഓലാണെങ്കിൽ ഒരുമാതിരി നമ്മളോട് നമുക്കറിയാത്തോലാകുമ്പോൾ പ്രത്യേകിച്ചും എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, പ്രത്യേകിച്ചും ബീച്ച് ഹോസ്പിറ്റൽ. പിന്നെ അടുത്ത കഥ ഒന്നും ഞാൻ പറയുന്നില്ല കൂടുതൽ. പിന്നെ എനിക്ക് ഈ ബേജാറും എല്ലാം കൂടെ ആയിട്ടോ ഞാനിങ്ങനെ വിചാരിക്കുക, പഠിച്ചോനെ ഞാൻ ഈ മക്കളെയും കൊണ്ട് പൂച്ചൻ്റെ അസുഖം ഭേദാക്കാൻ പോന്നിട്ട് എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ ഇടുങ്ങാറായല്ലോ ഒക്കെ ഇങ്ങനെ വിചാരിച്ച് ബേജാറായി നിൽക്കുക. കാക്ക അവിടെ ഇല്ല, അന്ന് ഗൾഫിലാണ്. ഞാൻ കാക്കനെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ്. അങ്ങനെ അവിടെ നിന്ന് മോളെ ട്രിപ്പ് ഇട്ടോൾക്ക് BP ലോ ആയിന്ന് പറഞ്ഞ്. തലയിറങ്ങിയാൽ പിന്നെ BP ലോ ആവും എന്ന് പറഞ്ഞു. തലയിറങ്ങി വീണാൽ. അങ്ങനെ അവിടെ നിന്ന് 3 പ്രാവശ്യം ട്രിപ്പ് പറ്റിയിട്ടും BP നോർമലാവുന്നില്ല ഓൾക്ക്. അന്നപ്പോഴത്തേക്കും വൈകുന്നേരമായി, രാത്രിയാവാനായി. പിന്നെ അങ്ങോട്ട് തിരിച്ചു പോരുകയും വേണ്ടേ, നമുക്കാണ് അറിയണില്ല വഴി. നമ്മൾ ഇവിടുന്ന് കുന്നമംഗലത്തേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. നമ്മളിവിടെ കുറച്ച് 3-4 കിലോമീറ്റർ, 5 കിലോമീറ്റർ ഉണ്ടോ, അത്ര ഉണ്ടാവുള്ളൂ. അവിടേക്ക് പോയ ഞങ്ങളാ അവിടെ എത്തിപ്പെട്ടത്. എന്നിട്ട് അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് മോളെ ട്രിപ്പൊക്കെ അയച്ച് മോനുള്ള കുത്തിവെപ്പ് എടുത്ത് അതൊക്കെ കഴിഞ്ഞ് പോന്നപ്പോഴത്തേക്കും ആ മൃഗാശുപത്രിയിൽ നിന്ന് തന്നെ മോനിക്കുള്ള ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ
വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് വൈകി. പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാനില്ലായിട്ട് പിന്നെ ഒരു നമ്മളിവിടെ നിന്ന് അവിടെ കുന്നമംഗലം വരെ കൊണ്ടാക്കിനി ഒരു ഓട്ടോ ഡ്രൈവറിനെ നമ്മളവിടെ അടുത്തുള്ളൊരു പാവം മോനാ. ആ മോനെ കാക്ക ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് ഏൽപ്പിച്ചു ഒന്ന് ഓലെ വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. അങ്ങനെ ബോധം കെട്ട് വീകലും മോള് ബോധം കെട്ട് വീകലും മോനാണെങ്കിൽ പൂച്ചേൻ്റെ പല്ലിങ്ങനെ ഇങ്ങോട്ട് കടിച്ചിട്ട് ഇങ്ങോട്ട് അത് ചത്തുപോയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തതാ കൈ. അത്രയും കഷ്ടപ്പെട്ടു പോയി. അല്ലോ അത്രയ്ക്കും ഇതായിട്ടും പിന്നെ ഞാൻ വിചാരിച്ചു ഇനി പൂച്ചെന്ന് പറഞ്ഞ സാധനത്തിനെ ഞാൻ വീട്ടിലേക്കേ കൊണ്ടല്ലാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എന്താ അറിയില്ല, പിന്നെയും ഞാൻ ഒരു ദിവസം എൻ്റെ വീട്ടിൽ പോയപ്പോൾ അങ്ങനെയാണ് ഈ പൂച്ചകളൊക്കെ ഉണ്ടായത്. ഞാൻ വീട്ടിൽ പോയപ്പോൾ അവിടെ ഉണ്ട് മൂന്ന് പൂച്ചക്കുട്ടികൾ റോഡുമേലെ അയക്കുന്നു. റോഡുമേലല്ല, ഒരു വീട്ടിലാണ്. പക്ഷേ അതിൻ്റെ തള്ള ചത്തുപോയി, നായി പിടിച്ച് എന്തോ ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ കൊണ്ടുവന്നോളാം അറിഞ്ഞിട്ടുങ്ങളെ ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞിട്ട് ഞാൻ എടുത്തോണ്ടോന്ന് വളർത്തി. 2-3 എണ്ണത്തിനെ കൊണ്ടുവന്നിട്ട് 2 എണ്ണം പോയി. ഒന്നിവിടെ നിന്നപ്പോൾ ഞാൻ അതിന് എന്ത് ചെയ്തെന്ന് അറിയാം, നല്ലോണം പാലൊക്കെ കൊടുത്ത് വളർത്തി പ്രസവിച്ച് 4 പ്രാവശ്യം പ്രസവിച്ച്. 4 പ്രസവത്തിൽ അതിന് 20 മക്കൾ, അല്ല 20 4 പ്രാവശ്യം 5 പ്രാവശ്യമായിട്ട് പ്രസവിച്ചിരിക്കണ്. എന്തായാലും 20-25 മക്കളുടെ 5 മക്കളുണ്ടാവും ഓരോ പ്രസവത്തിലും. അങ്ങനെ പേതാലും പറയണ്ട. ലാസ്റ്റ് പ്രസവം കഴിഞ്ഞതോടുകൂടി പൂച്ച പോയി. പൂച്ച ഇവിടുന്ന് ഒരു പ്രാവശ്യം മക്കൾ പ്രസവിച്ചെടുക്കുമ്പോഴാട്ടോ പോയിട്ട് പിന്നെ കണ്ടിട്ടേ ഇല്ല. ഇതാ നല്ല ഒരു പൂവിടുന്നാണ്ട. ഒരു പ്രാവശ്യം പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നില്ല. അപ്പോൾ അടുത്തുള്ള ഒരു കൈ, ഇവിടെ അടുത്തുള്ള ഒരു കൈ, നമ്മളെവിടേക്കൊക്കെ കൈ എന്ന് പറയും. നിങ്ങളെവിടേക്കൊക്കെ എന്താ പറയുക, കാക്കാന്നോ ഇക്കാന്നോ എന്താ പറയുക എനിക്കറിയില്ല എന്തായാലും. അപ്പോൾ ഓല് പറഞ്ഞ് നായ കടിച്ചവിടെ ഇട്ട് കണ്ടിക്കണമെന്ന്. അപ്പോൾ കേട്ടവരെ പിന്നെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുക പൂച്ച ആരെങ്കിലും എടുത്തുണ്ടെങ്കിൽ പറയണം കേട്ടോ, ഞാൻ വന്ന് കൊണ്ടുവന്നോളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടം പൂച്ചക്കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനായിട്ട്. അത് പറയാനപ്പോൾ ഇത്രയും പറഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെയാണ്. ചെടികളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ ഒന്ന് വൃത്തിയാക്കി വെക്കുമ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരുന്നുണ്ട്. ഏതൊക്കെയെന്നൊക്കെ കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പം പറഞ്ഞ് ഞാനും കൊങ്ങി, കേട്ട് നിങ്ങളും കൊങ്ങി കാണില്ല. അങ്ങനെയാണ് പൂച്ചക്കഥ. അപ്പോൾ തള്ളപ്പൂച്ചല്ലേ മീറ്റിങ്ങൊക്കെ ഉണ്ടായി, ഞാൻ പറഞ്ഞില്ല 5 പ്രസവം കഴിഞ്ഞേരെ പിന്നെ 5 പ്രാവശ്യം പ്രസവിച്ചേരെ ആണ് എനിക്ക് ചത്തുപോയതോ എന്തോ പിടിച്ചു പോയതറ്റാ. അപ്പം ഇവിടെ അടുത്തുള്ള ഒരു അവിടെ ഉള്ളൊരു കാക്ക പറഞ്ഞേ അതിനെ എന്തോ നായത്തെ പിടിച്ചിട്ട് എന്തങ്ങനെ ചത്തെടുക്കണം കണ്ടിരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കെന്തോ ഒരു പ്രതീക്ഷ വരും എന്ന് ഞാൻ തോന്നുക. വന്നാൽ മതിയേനു. കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ കൊണ്ടുവരുന്നതിന് എനിക്കൊരു ബേജാറാ. കാരണം അത് പോയല്ലോന്നേ. ഇതിൻ്റെ മുമ്പൊരു പ്രാവശ്യം അങ്ങനെ കാണാതായിട്ട് അത് വന്നീനു. അതിൻ്റെ ഒരു പ്രതീക്ഷ എനിക്ക് വരുമല്ലോ വന്നാൽ മതിയേനു. വരുമായിരിക്കും. ഒരു പൂച്ച ആരടുത്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇഷ്ടമാണ് ചെറിയ എടുത്തിട്ടാളിനതൊക്കെ ആണെങ്കിൽ ഞാൻ വളർത്തും. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം വരുമെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ പറയുക, വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെന്താ കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വരണമെന്നാണ് വിചാരിച്ചു. ഇനി അത് ഒരു പുതിയ ഡിഷ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. ഇന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചപ്പോൾ മോനോട് വീഡിയോ എടുത്തുതരാൻ പറഞ്ഞിട്ടോ എനിക്ക് സമയമില്ല. മക്കൾക്ക് ഇതിനൊന്നും സമയം ഉണ്ടാവില്ല. മക്കളെ ഇതിന് കിട്ടുകയില്ലല്ലോ. ഓരൊക്കെ എന്തെങ്കിലും വേറെ പരിപാടികളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇന്നിപ്പോൾ അതിന് സാധിച്ചില്ല. ഇനി നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നോക്കാം. പൂച്ചനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, വരാണ്ടിരിക്കൂല, വരേണ്ടതാണ്. അങ്ങനെ എവിടെയും പോകൂല എന്ന് വിചാരിച്ച് നിൽക്കുക. ഒരു സമാധാനത്തിന് വരും. അത് കുഞ്ഞു മക്കളെ ഇട്ടച്ച് പോയ പൂച്ചയല്ലേ. ഇപ്പോൾ കുറച്ചായി. ഇപ്പം കാക്ക പറയുന്നോട് വരികയാണെങ്കിൽ ഇപ്പോഴത്തേക്കൊക്കെ വരും. മക്കളുള്ള പൂച്ചയല്ലേ, 1 മാസം പോലും തികയാത്ത ചെറിയ മക്കളുണ്ടായിരുന്നു. ആ മക്കളെ ഞാനൊരാൾക്ക് വളർത്താൻ കൊടുത്തു. ഇങ്ങനെ വല്ലാണ്ട് എന്നോട് ചോദിച്ചപ്പോൾ ചെറിയ മക്കളല്ലേ, അപ്പം അതിനെ നമുക്ക് വെച്ച് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആയിട്ടുള്ള ഭക്ഷണം ഒന്നും കഴിക്കാനായില്ല, പാൽ കുടിക്കാൻ മാത്രമേ ആയുള്ളൂ. പക്ഷെ ഒന്നും കഴിയുന്നുണ്ടായിരുന്നില്ല. അതിൽ 5 മക്കളുണ്ടായിൽ 3 എണ്ണത്തിന് വേറൊരു കാടാമ്പൂച്ച വന്ന് കടിക്കുകയൊക്കെ ചെയ്തിട്ട് ശല്യം ചെയ്ത് അങ്ങനെയൊക്കെ കൂടെ. ഈ പ്രാവശ്യത്തെ ലാസ്റ്റത്തെ അതിൻ്റെ ഡെലിവറി ഒന്നും ഒരു സുഖമായില്ല. എന്ന് വെച്ചാൽ ഒരു ബസ്സായില്ല, റാഹത്തായില്ല. കാരണം മക്കളൊക്കെ എന്തോ തിന്നോവേ എന്തൊക്കെയോ ചെയ്തു, എന്തൊക്കെ വായിപ്പോയി. ഭയങ്കര വിഷമമായി. വരുമായിരിക്കും, വരാതെക്കൂല. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം എന്താ പറയുക, കാക്ക ഒരു ദിവസം അതിനെ ഇവിടുന്ന് കാക്കക്ക് ആദ്യം അത്ര വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ പൂച്ചനെയൊന്നും.
കാക്ക എന്ത് ചെയ്താരോ അതിന് കാക്ക ഒരു മീൻ കച്ചവടം ചെയ്യുന്ന ഒരു കൈൻ്റെ അടുത്ത് കുറച്ച് ദൂരം കേട്ടോ അവിടെ കൊണ്ടുപോയി വെച്ച് കാക്ക അതിനെ കാണാതെ അങ്ങ് പോന്നു. അതൊരു മാസത്തിൻ്റെ അടുത്തൊക്കെ ആയപ്പോണ്ട് അത് തിരിച്ച് ഇവിടെ തന്നെ വരുന്നു. നമ്മളവിടെ തന്നെ വന്നത് പൂച്ച നമ്മളെയും തെരഞ്ഞ് ഇവിടെ എത്തിക്കുന്നു, വീട്ടിൽ തന്നെ എത്തിക്കുന്നു. അപ്പം അങ്ങനെ വന്ന പൂച്ച മനഃപൂർവ്വം അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അങ്ങ് നിൽക്കുന്നു, വരേണ്ടതാണ്. ഒക്കെ ഒന്ന് വന്നിട്ടിയാൽ മതിയേന്, വരുന്നതാണ് എനിക്കിഷ്ടം. എന്താണ് വരിക്കും. അപ്പോൾ എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.